കാന്താര ചാപ്റ്റർ 1 ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. സോറി ഫോർ ദ ലേറ്റ്. പടത്തിനെ കുറിച്ച് പറയാനാണ് ഈ പടം. കാന്താര 1 വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അതല്ലാണ്ട് ഇതൊരു ആദ്യത്തെ ഒരു പടമായിട്ട് കാണുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി സിനിമയാണ്. മേക്കിംഗ് സൈഡ് ആയാലും ആക്ടിങ് സൈഡ് ആയാലും സ്ക്രീൻ പ്ലേ ആയാലും ഇപ്പോൾ ഒന്നെടുത്ത് പറയണ്ട, നെഗറ്റീവ് ഒന്നും എടുത്ത് പറയാണ്ട് ഫുള്ള് മേക്കിംഗ് സൈഡിൽ അടിപൊളിയായിട്ടുള്ളൊരു സിനിമയാണ്. അതിപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും മനസ്സിലാവും. ഭയങ്കര രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. അത് ഈ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. സിനിമ തുടങ്ങിയിട്ട് കുറേ സാധനങ്ങളുണ്ട് ഈ പടത്തിൽ, കുറേ സംഭവങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് എടുത്തിട്ടുള്ള സീനുകളെന്ന് മനസ്സിലാവും. പടം ഇനി കമ്പയറിങ് അല്ല, ഞാൻ ഈ ഒരൊറ്റ പടങ്ങളായിട്ടല്ല കമ്പയർ ചെയ്യണത്. ഞാൻ ഉദാഹരണം പറയണം. ഇപ്പോൾ കാന്താരനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതതിനേക്കാൾ വലിയൊരു സിനിമയാണ്. പക്ഷേ ആ സെയിം ആക്ടർ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് KGF കണ്ടിട്ട് നമ്മൾ സലാറ് കണ്ട ഒരു ഫീല്, ആ ഒരു സാധനമാണ് ഈ പടത്തിൽ കിട്ടുള്ളൂ. പക്ഷെ ഇത് നമുക്ക് കൂടുതലും ഇഷ്ടമാവുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാന്താര എന്ന് പറയുന്ന സിനിമ ഒരു ചെറിയൊരു സിനിമയാണ്. ആ സിനിമ ഭയങ്കര വലുതായിട്ട് ഒരു ബ്രഹ്മാണ്ഡ സിനിമയാക്കിയിട്ട് എടുത്തതാണ് ഈ ചാപ്റ്റർ 1. അതന്നെയാണ് ഈ പടത്തിലുള്ളത്. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. എല്ലാ സ്ക്രീൻ പ്ലേ ഒക്കെ സെയിമാണ്. സ്ക്രീൻ പ്ലേ ഞാൻ പറഞ്ഞില്ല, കുറച്ചും കൂടിയും സീനുകൾ കുറച്ചും കൂടിയും നീട്ടം വെപ്പിച്ചിട്ടുണ്ട് ഈ പടത്തിന്. പിന്നെ കഥ ചെറിയൊരു മാറ്റം വരുത്തി കൊണ്ടുവന്നുണ്ട്. ഇത്രയാണ് കാന്താരനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പടത്തിനുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയണത്. എന്ന് കരുതി ഈ പടം പൊട്ട സിനിമയാണെന്നല്ല ഞാൻ പറയണത്. ഒരു ഇമ്പാക്റ്റ് ഇല്ല, എനിക്ക് ഒരു ഇമ്പാക്റ്റ് കിട്ടിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കാന്താര കണ്ട സമയത്ത് ക്ലൈമാക്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കോരിത്തരിച്ച് ഇങ്ങനെ ഒരു സംഭവം കിട്ടും, ഒരു ഫീല് കിട്ടും. ആ പടം ഞാൻ 2-3 വട്ടം കണ്ടുള്ളതാണ്, ഇടയ്ക്ക് TV വരുമ്പോഴും കണ്ടതാണ്. എനിക്ക് കാണുമ്പോഴൊന്നും ഒരു തരത്തിൽ ബോറടിച്ചിട്ടില്ല, ഒരു തരത്തിൽ കാണണ്ടെന്നുള്ളൊരു ഫീൽ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. എനിക്ക് കാണാൻ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അതിൽ കണ്ടിട്ടുള്ള സെയിം സാധനങ്ങൾ, സെയിം ആക്ടിങ്, ദൈവം ശരീരത്തിൽ കയറിയിട്ടുണ്ടാവുന്ന കാര്യങ്ങൾ, അതേ സെയിം സാധനം തന്നെയാണ് ഈ പടത്തിലും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എനിക്കൊരു തരത്തിലുള്ള എക്സൈറ്റ്മെൻറ്റോ ഒരു ഇമ്പാക്റ്റോ ഒന്നും കിട്ടിയില്ല. പടം തുടങ്ങി കഴിയണ വരെ എനിക്ക് ഒരേ ഫീലിൽ തന്നെയാണ് പോയത്. ചെറിയ രീതിയിൽ ലാഗ് ഫീൽ ചെയ്തു. അത് പറഞ്ഞാൽ അത്രയും സമയമുള്ള സിനിമയാണ്. ഞാൻ പറഞ്ഞ ഈ പടം ഭയങ്കര വലിയ സിനിമയാണ്. അതുകൊണ്ട് കുറേ സീനുകൾ ഈ പടത്തിലുണ്ട്. എല്ലാ സീനും ഇതിൽ ആവശ്യമുള്ളതാണ്. എനിക്ക് ആവശ്യമില്ലായ്മ എന്ന് തോന്നിയ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ഥാനത്ത് കുറേ കോമഡികൾ ഇതിലടിക്കുന്നുണ്ട്. അത് ഏതൊരു സീനിൽ ഞാൻ ചിരിച്ചിട്ടുണ്ട്. ആ സീൻ ഏതാണെന്നും കൂടി എനിക്ക് ഓർമ്മയില്ല. പിന്നെ പറയാനാണെങ്കിൽ അതിലൊരു ദൈവമായിരുന്നു, ഇതിൽ കുറേ ദൈവങ്ങളാണ്. അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ഭയങ്കര വലിയൊരു സിനിമയാണ്. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ എലമെൻറ്റ്സ് ഇതിൻ്റെ നടൻ, ഇതിൻ്റെ ഡയറക്ടറും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയത്. എനിക്കതുകൊണ്ടാണ് പിന്നെയും കുഴപ്പമില്ല എന്നുള്ളത് തോന്നിയത്. അതും കൂടി ഇല്ലെങ്കിൽ വൻ ശോകമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം പടം. മേക്കിംഗ് സൈഡ് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, മേക്കിംഗ് സൈഡ് കൊണ്ട് ആക്ടിങ് സൈഡ് കൊണ്ടൊന്നും ഒരു സിനിമ എടുത്ത് വെച്ചോണ്ട് ആവില്ല. ഒരു പടത്തിൻ്റെ അതേ പാറ്റേൺ തന്നെ വേറൊരു സിനിമയിൽ കൊണ്ടുവരാന്ന് പറയുന്ന വലിയ സംഭവം ഒന്നല്ല. മനസ്സിലായി? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയണത്, ഇപ്പോൾ ഉദാഹരണത്തിന് താറും റോക്സും തമ്മിലുള്ള വ്യത്യാസമാണ് കാന്താര ചാപ്റ്റർ 1 തമ്മിലുള്ള വ്യത്യാസം. അത്ര വ്യത്യാസമുള്ളൂ. താറ് ചെറുതാണ്, റോക്സ് വലുതാണ്. അതേപോലെ തന്നെ കാന്താര ചെറിയ പടമാണ്, കാന്താര ചാപ്റ്റർ 1 ഇത്തിരി വലിയ പടമാണ്. അത്ര വ്യത്യാസം തന്നെയുള്ള ഇതിൽ. വേറെ പറയാൻ മാത്രം ആൾക്കാർ കണ്ട് പറയണ ഒരു സാധനം എന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. ഒരേ ടൈപ്പ് എന്ന് വെച്ചാൽ ഒരു പടത്തിൻ്റെ ആ ഒരു സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ അതിൻ്റെ അതേ പാറ്റേൺ തന്നെ അതേപോലെ ഒരു വേറെ പടത്തിൽ യൂസ് ചെയ്യണത് എനിക്കിഷ്ടമല്ല. കാരണം എനിക്കൊരു എക്സൈറ്റ്മെൻറ്റും കിട്ടില്ല. ഇപ്പോൾ ഈ കാന്താര ഇറങ്ങണട്ട് മുമ്പ് ചാപ്റ്റർ 1 ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇഷ്ടാവും. മനസ്സിലായ? അതാണ് പറയണത്. ഡിഫറൻസ് അതാണ്. അല്ലാണ്ട് ഈ പടം പൊട്ടയെന്നല്ല ഞാൻ പറയണത്. ഡയറക്ടറും ഇതിൻ്റെ നടനുമായ ഋഷഭ് ഷെട്ടിനെ എടുത്ത് പറയണം. ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് ആൾക്ക് ഈ ഒരു റിസൾട്ട് കിട്ടിയത്.
അത് ആൾ ഒറ്റയ്ക്കാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ഈ ഡയറക്റ്റ് ചെയ്യുക, സ്ക്രീൻ പ്ലേ അല്ലെ സ്ക്രിപ്റ്റ് ഡയറക്റ്റ് ചെയ്യുക, ആക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം പണിയെടുക്കണം ഗൈസ്, കുറച്ചധികം പണിയെടുക്കണം. അതിനൊക്കെ ഉള്ള ആരോഗ്യം ഉണ്ടെങ്കിലും കൂടി മെൻ്റലി നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ മെൻ്റലി കുറേ ഡൗൺ ആയി പോവും. അപ്പോൾ അത് ആ മനുഷ്യൻ്റെ കഴിവ് തന്നെയാണ്, അത് പറഞ്ഞേ പറ്റൂ. ആ കഴിവിനുള്ള സാധനം ആ പടത്തിലുണ്ട്. പടം പൊട്ടപടാന്നല്ല ഞാൻ പറയണത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പാക്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാന്താര എന്ന് പറയുന്ന ഒരു കഥ എനിക്ക് വലിയൊരു സ്കെയിലിൽ കാണണം എന്നുള്ളൊരു മൂഡുണ്ട്. അങ്ങനെ കണ്ടാണ് ചാപ്റ്റർ 1. ആ ഒരു മൂഡിൽ കാണുകയാണെങ്കിൽ ഓക്കെയാണ്. അതല്ലാണ്ട് വേറെ രീതിയിൽ കാണരുത്. പിന്നെ 4 പേര് പറയണത് കേട്ടിട്ട് നമ്മൾ അതേപോലെ തന്നെ തൊള്ള തുറക്കാൻ നിൽക്കരുത്. നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ അത് പറയണം ജെനുവിനായിട്ട്. എനിക്ക് ജെനുവിനായിട്ട് ഇതാണ് തോന്നിയത്. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന മലയാള സിനിമയുണ്ട്, ഒരു പക്ഷേ കത്തനാർ. അത് ഈ കാന്താരേക്കാളും ബെറ്റർ ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അന്നത് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ എൻ്റെ റിവ്യൂ പറയാം, എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ പൃഥ്വിരാജ് പ്രൊഡക്ഷന് ഭയങ്കരമായിട്ടൊരു നന്ദി പറയുന്നുണ്ട്. കാരണം സബ് ടൈറ്റിൽ ചെറുതാക്കി വെച്ചത്. ഈ സബ് ടൈറ്റിൽ വലുതാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം വായിക്കാൻ പോകുന്ന കാരണം സീനുകൾ അങ്ങോട്ട് മൈൻഡിലേക്ക് നിൽക്കില്ല. ചെറിയൊരു ഇതിലല്ലേ കാണുള്ളൂ. ചെറുതാക്കി വെച്ചത് വളരെ ഉപകാരമായി. നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് സിനിമോഗ്രാഫിക്ക് നല്ല വൃത്തിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മേക്കിംഗ് സൈഡും കൊണ്ടും എല്ലാ സൈഡും കൊണ്ട് ഈ പടത്തിനൊന്നും പറയാല്ലേ. നെഗറ്റീവ് പറയാനാണെങ്കിൽ ചെറിയ ചെറിയ VFX ചെറിയ ചില സ്ഥലത്ത് അറിയുന്നുണ്ട്. റോപ്പ് ഇട്ടിട്ട് ഫൈറ്റ് ചെയ്യണ സീനുകൾ നന്നായിട്ട് അറിയുന്നുണ്ട്. അത് ആളുടെ 2ാമത്തെ പടമല്ലേ, അല്ലെങ്കിൽ ആൾക്ക് അത്ര എക്സ്പീരിയൻസ് കുറവായിരിക്കാം, എനിക്കറിയില്ല. അതൊക്കെയാണ് ചെറിയ നെഗറ്റീവ് പറയാം. പക്ഷെ അതൊക്കെ നമ്മൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടു പോകാവുന്നൊരു കേസുള്ളൂ. പക്ഷെ നെഗറ്റീവായിട്ട് പറയുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങളാണ് അതെന്ന് പറയണത്. പിന്നെ ഇനിയിപ്പോൾ ചാപ്റ്റർ 2 വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അഥവാ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഇതിൽ കൊണ്ടുവരുള്ളൂ. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരില്ല. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പടം കാന്താരയാണ്. ചാപ്റ്റർ 1 അല്ല, എനിക്ക് കാന്താരയാണ് ഇഷ്ടം. കാരണം അതിൻ്റെ സിനിമോഗ്രാഫി, അതിൻ്റെ സ്ക്രീൻ പ്ലേ, അതിൻ്റെ ഉപയോഗിച്ചിട്ടുള്ള ചെറിയ ചെറിയ കുറേ എലമെൻറ്റ്സ്, അതൊന്നും ഈ സിനിമയിലില്ല. മനസ്സിലായ? എനിക്ക് ആ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫീലൊന്നും ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടില്ല. ആ സിനിമ അതൊന്നൊരു സിനിമ തന്നെയാണ്, അത് പറയണം. പിന്നെ ആ സിനിമയിലും ഈ സിനിമയിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് ദൈവം വിശ്വാസികൾക്കാണ്. ഞാൻ വിശ്വാസമില്ല, അത് വേറെ കാര്യം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് യോജിക്കുന്നില്ലെങ്കിൽ നിങ്ങളത് കാര്യമാക്കി എടുക്കണ്ട. ഞാൻ എപ്പോഴും പറയണ പോലെ അതെൻ്റെ ഒപ്പീനിയനാണ്, അങ്ങനെ കണ്ടാൽ മതി. ഇപ്പോൾ ഞാൻ ഈ പടം ഡീഗ്രേഡ് ചെയ്താലും, ഞാൻ ഈ പടം ഹൈപ്പ് കൊടുത്താലും കാണുന്നവർ കാണും, കാണാത്തവർ കാണും. അതിന് മാത്രമുള്ള റീച്ച് എനിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ വക ടെൻഷനും ഇല്ല എനിക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾ തിയേറ്റർ പോയി കണ്ടോ. കാരണം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പടം തന്നെയുണ്ട്. ഇപ്പോൾ OTT വന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് കാണുന്നതുകൊണ്ട് വലിയ ഫീൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യമാണ് ഞാൻ പറയണത്. ബാക്കിയൊക്കെ നിങ്ങൾ പോയി കണ്ട് പറയാം. അപ്പോൾ മറ്റൊരു റിവ്യൂ വീഡിയോ ആയിട്ട് വരാം. ലേറ്റ് ആയാലും വരും. അപ്പോൾ അതുവരെയ്ക്കും എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ.